ഹലോ ഗൈസ്, അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ എന്താണ് അനിയനോടെന്നൊക്കെ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല ഗൈസ്, ഇന്ന് അവരെ തിരിച്ച് പാലക്കാടിന് പോവാണ്. തിരിച്ച് പാലക്കാടിന് പോകാനല്ല, ലൈക്ക് അവരിന്ന് പാലക്കാടിന് പോവാണ് അവൻ്റെ അച്ഛൻ വീട്ടിൽ. സോ എൻ്റെ അനിയൻ നാട് വിട്ട് പോവുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഇത് ശനിയാഴ്ച എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ ഞാൻ അന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. അതുകൊണ്ട് അവർ പോകുന്ന ടൈം ആയപ്പോഴാണ് ഞാൻ പല്ലൊക്കെ തേച്ച് റെഡിയായി വന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഗൈസ് എൻ്റെ കുതിരക്കോലം. പിന്നെ ഞാൻ അമ്മച്ചി ബിരിയാണി പാത്രമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓടിട്ടോ. ബിക്കോസ് അവർ വന്നപ്പോൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് നമ്മൾ ബിരിയാണി പാത്രം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് രാവിലെ കഴിക്കാൻ ദോശയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി ഒരു റീൽ എടുക്കുന്നുണ്ടായിരുന്നു. റീൽ മീൻസ് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട്. അതിൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്ക് ഫിൽറ്റർ ഇട്ട് കാണുമ്പോൾ നല്ലതാണ് ഗൈസ്, ബട്ട് ഇൻ റിയാലിറ്റി കാണാനായിട്ട് ഒരു മെനയില്ല. ഭയങ്കര ഫ്ലൂറസെൻ്റ് മുക്കിയ ടൈപ്പ് ഓഫ് ഒരു കളറാണ് കേട്ടോ അത്. ഇത് നിങ്ങൾ ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ബാക്കിയായിരിക്കും കേട്ടോ കാണുന്നത്. അതായത് ഞാൻ പിറ്റേ ദിവസം, ഇത് ഇന്നലെ എടുത്ത ഡേ ഇൻ മൈ ലൈഫ്, ലൈക്ക് ഞാൻ പകുതി വെച്ച് മറന്നു വീഡിയോ എടുക്കാൻ. അപ്പോൾ അത് ബാക്കിയാണ് കേട്ടോ അതിൻ്റെ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആക്ച്വലി. അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ വീടിനുള്ളിൽ വെച്ച് എടുത്തു കഴിഞ്ഞു. വീടിനുള്ളിൽ ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടായിരിക്കുമല്ലോ ഇരിക്കുക. അപ്പോൾ അവിടെയൊക്കെ വെച്ച് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ട്. ഇപ്പം നല്ല വെയിലുണ്ട്. എൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് ഉള്ളൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ലൈറ്റിങ് വേണം ക്യാമറയിലേക്ക്. നല്ലോണം ലൈറ്റിങ് ഉണ്ടെങ്കിൽ അതായത് കട്ട വെയിലത്ത് പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആണല്ലോ ഐഫോണിലൊക്കെ എടുക്കുന്ന. അങ്ങനെ ഏകദേശം അതുപോലെ തന്നെ ഐഫോണൊക്കെ പോലെ തന്നെ തോന്നിക്കുന്നൊരു എഫക്റ്റ് ഈ ഒരു ഫോണിൽ കിട്ടും ഗൈസ്. അപ്പം ബാക്കി ഫോട്ടോ എടുത്തിട്ട് വരട്ടെ ഞാൻ. ഗൈസ്, ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ജനലെല്ലാം തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ വീഡിയോ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം അടച്ചിട്ടും. ബട്ട് ഞാൻ പല സമയങ്ങളിലും തുറന്നിട്ട് പിന്നെ അടയ്ക്കാറില്ല ഗൈസ്, ഞാൻ മറന്നു പോവും. അപ്പം അതുകൊണ്ട് ഇതെല്ലാം അടയ്ക്കണം ഗൈസ്. ഇല്ലെങ്കിൽ നമ്മളുടെ പോരാളി നമ്മളെ വഴക്ക് പറയും. അപ്പോൾ നമ്മുടെ പോരാളിയുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതിലും നല്ലത് ഇതെല്ലാം അടച്ചിടുക എന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ പുട്ടിക്ക് നല്ലോണം വാരി അടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല ഗൈസ്. എൻ്റെ വൈറ്റ് കാസ്റ്റ് നല്ലോണം ഉള്ളൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്തു ഗൈസ്. ബിക്കോസ് അതിൻ്റെ എക്സ്പയറി 2026/12 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അങ്ങനെ പുറത്ത് പോയില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പെങ്കിലും യൂസ് ചെയ്ത് തീർക്കണം. ഞാൻ വിചാരിച്ചാൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കുള്ള ഫൗണ്ടേഷൻ്റെ സിറ്റുവേഷൻസിൽ ഞാൻ അത് യൂസ് ചെയ്യുന്നത് ഗൈസ്. തീർന്നിട്ടില്ല കേട്ടോ, ഇവിടെയും ഉണ്ട് ഗൈസ് വേറൊരു ജനൽ. ലൈക്ക് ഇവിടെ ഈ ഒരു സെറ്റ് ജനൽ ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീഡിയോ ഫോട്ടോസും എല്ലാം എടുത്ത് അവസാനം ക്ഷീണിച്ച് തളർന്ന് റൂമിൽ വന്നു കേട്ടോ. റൂമിലല്ല, വീട്ടിൽ വന്നു. എന്നിട്ട് എൻ്റെ റൂം നോക്കുമ്പോഴുള്ള അവസ്ഥ ഇതാണ് ഗൈസ്. ഇതിന് എനിക്ക് ക്ലീൻ ചെയ്യണം ബിക്കോസ് അത്രയ്ക്കും മെസ്സി ആയിരുന്നു. അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത ബാക്കി പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനതെല്ലാം അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അവസാനം ക്ലീൻ ചെയ്യട്ടോ. ആഫ്റ്ററിനുള്ള ലുക്ക് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് TV കണ്ടു. അനിയൻ്റെ വിഷമം, അനിയൻ്റെ മിസ്സിങ് ആയിട്ടുള്ള ആ വിഷമമില്ലേ എന്ന്, അവൻ പോയല്ലോ. അപ്പോൾ അവൻ്റെ കാർട്ടൂണൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. മോട്ടു പത്ലു, ഇത് ഏതോ ഒരു എപ്പിസോഡാണ് ഗൈസ്, പല മോട്ടു പത്ലു ഉള്ളത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇന്ന് ശിവരാത്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ടോ. ഈ ഒരു കമ്മൽ ഓവറാണോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ശിവരാത്രിയൊക്കെ അല്ലേ, അപ്പം പിന്നെ കുറച്ച് ഓവറായാലും ആൾക്കാരൊക്കെ നോക്കൂ എന്ന് പറഞ്ഞ് അത് ഇട്ടിട്ട് പോയതാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഒരു സൽവാർ ഉണ്ടല്ലോ, നേട്ടറിക്ക് ഈ സൽവാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളി സൽവാറാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇതിൻ്റെ ലെങ്ത് കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് എന്താ പറയുക കലങ്ങിയായിരിക്കും കാണുന്നത്, വേറെ ഒന്നുമല്ല, ഞാൻ അവിടെ നിന്ന് ഓടിയതാണ് കേട്ടോ. പിന്നെ ഇതാണ് ഗൈസ് അരുവിക്കൽ ക്ഷേത്രം. ഈ ഒരു അമ്പലത്തിനടിയിൽ പടികെട്ടിയ കുളം ഉണ്ടെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ആൾക്കാർ പറഞ്ഞ വിശ്വാസം അതാണ്. പിന്നെ മഴക്കാലം ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ മഴയൊക്കെ ഉള്ളപ്പം ഞാനിപ്പോൾ കാണിച്ചില്ല കുറച്ച് പാറ, ഇതിൻ്റെ എല്ലാം ഫ്രണ്ടിലല്ല മേലെ കൂടെ വെള്ളം നിറയുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന ഗ്യാപ്പിൻ്റെ അടിയിൽ എന്തോ ആണെന്നാണ്
പറയല്ലേ, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതങ്ങനെ ഇതിഹാസം പോലെ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം കാലൊക്കെ നനയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിച്ചത്. ബിക്കോസ് നമുക്ക് എന്താ പറയുക, ലൈക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, പുറത്തുനിന്ന് കുറേ കാല് നനയ്ക്കുന്ന വീഡിയോ ആക്കി. കാല് നനയ്ക്കുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വെള്ളം കാലിൻ്റെ ആ ഒരു പാദത്തിൻ്റെ മാത്രം വെള്ളിലെത്തുന്നില്ല. ഐ ഡോണ്ട് നോ ഗൈസ്, വൈ. ഇതെൻ്റെ കുറച്ച് ഊള എക്സ്പ്രഷൻസ് ആണ്, ബിക്കോസ് ഞാനൊരു റീൽ എടുത്താണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അടുത്തൊരു വ്ളോഗ് വരേക്കും വരെ ടാറ്റാ ബൈ ബൈ.